Mahindra and Mahindra എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് XUV 400 എന്ന് പറയുന്ന ഇപ്പം നമ്മളുടെ കൂടെയുള്ള വാഹനം. ഈ വാഹനവുമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മൂന്നാറിലെ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ മുന്നിലാണ് എന്നുള്ളതാണ്. KSEB ചാർജിങ് സ്റ്റേഷൻ എന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ XUV 400യുമായിട്ട് നമ്മൾ മൂന്നാറിലെത്തിയിരിക്കുകയാണ്. മൂന്നാറിൽ നമ്മളിത് കുറച്ച് സമയം ഉപയോഗിച്ചു. നമ്മൾ ആക്ച്വലി ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്യണം. ആ സമയത്ത് നമ്മളുടെ ഡ്രൈവിലുണ്ടായ അനുഭവങ്ങൾ, ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ, ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട്, ഒരു ഇലക്ട്രിക് വാഹനവുമായിട്ട് ഒരു ദീർഘദൂര യാത്ര പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ നമ്മളെ യാത്രകളെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ മൂന്നാറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ശരിക്കും കോഴിക്കോട് ഇറാം മോട്ടോഴ്സിൻ്റെയാണ് ഈ വാഹനം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ആർക്കെങ്കിലും മഹീന്ദ്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറാം മോട്ടോഴ്സിനെ ബന്ധപ്പെടാം. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാഹനങ്ങൾ എടുക്കാറുള്ളത്, മഹീന്ദ്രയുടെ വാഹനങ്ങൾ. അവിടെ തന്നെയാണ് ഈ വാഹനവും. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫുൾ ചാർജ് ചെയ്ത് നമ്മൾ വന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയതിനു ശേഷമാണ് വീണ്ടും ചാർജ് ചെയ്തത്. കാരണം നമ്മൾ മൂന്നാറിലേക്ക് വരികയാണ്. അങ്ങനെ മൂന്നാറിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനിൽ വീണ്ടും ഫുൾ ചാർജ് ചെയ്യുക. അപ്പോൾ നമ്മൾ യാത്രകളെ ഒന്ന് പ്ലാൻ ചെയ്യുക. അതായത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ എവിടെയൊക്കെ അപ്പം അവിടെ ഒരു ടീ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലേ തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ദീർഘദൂര യാത്ര പോകുന്ന സമയത്ത്. കാരണം കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ഒരു 400 ആണെങ്കിലും ഒരു 300 റേഞ്ചൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഒരു കാര്യം കൂടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 300 റേഞ്ചിനിടയിൽ നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്തൊന്ന് ചാർജ് ചെയ്യാനൊക്കെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് ഫാസ്റ്റ് ചാർജർ, ഈ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നമുക്ക് 50 മിനിറ്റ് കൊണ്ട് 0 to 80% എത്തും. അപ്പോൾ അങ്ങനെ ഒന്ന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരവും പോകാൻ പറ്റും. ബ്രേക്കിനിടയിൽ ചാർജിങ് സ്റ്റേഷനിലോട്ട് ചാടിക്കാൻ കയറിയാൽ മതി, സിമ്പിൾ. ഇനി നമുക്ക് ചാർജിങ്ങിനെ കുറിച്ച് പറയാം. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് KSEBയുടെ ചാർജിങ് യൂണിറ്റിലാണ്. ഇത് ഫാസ്റ്റ് ചാർജറാണ്, DC ഫാസ്റ്റ് ചാർജറാണ്. അത് നമുക്കൊരു 50 മിനിറ്റ് കൊണ്ട് 0 to 80% ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വീട്ടിലും ചാർജ് ചെയ്യാം. 3.3യുടെ ഒരു ചാർജിങ് പാക്കേജ് ഉണ്ട്. അത് വെച്ച് നമുക്കൊരു 15 മണിക്കൂറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഡേ സ്കോളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് നമുക്ക് വൈകുന്നേരം ചാർജിലിട്ട് നേരം വെളുക്കുമ്പോഴേക്ക് 100% ആവും. 80 to 100 ആവാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ആ ഒരു ബാറ്ററി സിസ്റ്റം നമുക്ക് അറിയാലോ, മൊബൈൽ പോലെ തന്നെയാണ് എന്നുള്ളതാണ്. 40 യൂണിറ്റാണ് നമുക്ക് ഈ ഒരു ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഒരു 7 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു യൂണിറ്റിന് 7 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 250 രൂപ വരും. ആ 250 രൂപ വെച്ചിട്ട് 280 കിലോമീറ്റർ ഓടിയാലും നമുക്കൊരു കിലോമീറ്ററിന് 1 രൂപയാണ് ചാർജ് വരിക എന്നുള്ളതാണ്. അതാണ് ബാറ്ററിയുടെ ഒരു ഹൈലൈറ്റ്. അതായത് കുറച്ച് ലാഭം കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു KSEB, ഇപ്പോൾ നമ്മൾ KSEBയുടെ ചാർജിങ് സ്റ്റേഷനിലാണ്. അപ്പം ഇത് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, ചാർജ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യാം. ഇത് നമ്മൾ ആദ്യം ക്യാഷ് ലോഡ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇനീഷ്യേറ്റീവ് ചാർജർ ഇവിടെ ഇപ്പോൾ 1 വർക്കിംഗ് ഉള്ളൂ. യെസ്, കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മളിത് ഊരി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. ഇതിപ്പം DC ഫാസ്റ്റ് ചാർജർ ആയതുകൊണ്ടാണ് ഇത്ര വലിയ ഗണ്ണ് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര വലിപ്പമുള്ള ഗണ്ണ് ഉണ്ടാവില്ല. യെസ്, ചാർജിങ് എന്നുള്ളതിൻ്റെ ഒരു ലൈറ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ബ്ലിങ്കിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആപ്പിനകത്തും കാണിക്കാം എത്ര kWh ചാർജ് ആവുന്നുണ്ട് എന്നുള്ളത് ആപ്പിനകത്ത് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കാണിക്കും. സൗണ്ട് ഒന്നും വേണ്ട. ഇപ്പോൾ അത് ചാർജ് ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി 67% നമ്മൾ വാഹനത്തിനകത്ത് ഉണ്ട്. നമ്മളിത് ഫുള്ളാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നാട്ടിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് നമുക്ക് എന്തായാലും ചാർജ് ചെയ്യണം, ഇൻ ബിറ്റ്വീൻ ചാർജ് ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് അവിടെ എത്താൻ പറ്റുമെന്നും നമുക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ വിശേഷങ്ങളായിട്ട് പറയാം. ചാർജ് ആവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. ആ സമയം വരെ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊന്ന് ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ച് വരുമ്പോഴേക്ക് ഇത് ഫുൾ ചാർജ് ആവും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചാർജിങ് ഏകദേശം 97% ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കത്തി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു യെല്ലോ ആയിരുന്നു, പിന്നെ അത് ബ്ലൂ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ഫുള്ളായി, ഗ്രീൻ ആവുന്ന സമയത്ത് മുഴുവൻ ഫുള്ളായി എന്നുള്ളതാണ്. ഇനി ഇത് നമുക്ക് വലിച്ച് ഊരിയെടുക്കാനൊന്നും പറ്റില്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ശരിക്കും ഇവിടെ ഒരു QR കോഡ് കാണിക്കുന്നുണ്ടോ, ഈ ഒരു QR കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എൻഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു സ്റ്റോപ്പ് ചാർജിങ് കൊടുക്കുക. ഓക്കെ, ആ രൂപത്തിലാണിത് എൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇനി എന്തെങ്കിലും കേസിൽ നമുക്ക് ആപ്പ് വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് മുഴുവൻ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആയണോ. ചാർജിങ് ഫിനിഷ്ഡ്. 11.3 kWh ഇപ്പോൾ ചാർജ് ചെയ്തു. 48 മിനിറ്റാണ് എടുത്തത്. 97% ചാർജും ആയിട്ടുണ്ട് എന്നുള്ളതാണ്.
കാണിക്കുന്നത്. അത്രയും സമയം കൊണ്ട് നമുക്ക് 97% ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. ഇനി നമുക്കറിയാം സിംപ്ലി പ്രോസസ്സ് ഇത് ഉരിയെടുക്കുക. എന്നിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി എൻഡാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോവുക. ഒരു കാര്യം കൂടി കൂടെ പറയാം, ഇതൊക്കെ നമ്മളൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നമുക്ക് തന്നെ എപ്പോഴും വരാനുള്ളതല്ലേ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം വാഹനത്തിനകത്തേക്ക് പോകാം. വാഹനത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് വേറൊരു XUV 400 കൂടി ഇവിടെ ഉണ്ട്. ഇത് കസ്റ്റമറുടെ വണ്ടിയല്ല. നമ്മൾ ശരിക്കും മൂന്നാറിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ 9 XUV 400 ഉണ്ടായിരുന്നു. അതായത് 9 ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും പലതരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് പല യൂട്യൂബിലും കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ടെക് ക്യാച്ചർ മച്ചാൻ്റെ വണ്ടിയാണ് അല്ലേ. യെസ്, മച്ചാൻ്റെ വീഡിയോയിൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെ വണ്ടിയിലേക്ക് പോവാണ്. ഇനി ഇത് എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. വാ. അപ്പോൾ അവിടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കാണിക്കുന്നുണ്ട് 98% ചാർജാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അപ്പോൾ അത്തരം 300 കിലോമീറ്റർ പോകാൻ പറ്റും എന്നും ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ചാർജ് വെച്ചിട്ട്. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അത് എത്രത്തോളം വരുന്നുണ്ട്, എങ്ങനെയൊക്കെ വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കുറച്ചധികം മുന്നോട്ട് വന്നു. ഏകദേശം ഒരു 12.7 കിലോമീറ്ററോളം നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം യാത്രക്കിടയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചാൽ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ടെക്നിക്കലായിട്ടൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. XUV 400 നജീബ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നാർ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 9 വാഹനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കുറച്ചധികം കോൺവോ ആയിട്ട്, അതായത് അധിക സമയം കോൺവോ ആയി കീപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ചാർജ് ചെയ്ത് വന്ന ചാർജിൽ തന്നെ മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഷൂട്ട് ആവശ്യാർത്ഥം നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പോവാണ്. AC ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മൂന്നാർ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വളവും തിരിവുള്ള റോഡ് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു ഏരിയയാണ്, സിഗ്സാഗ് പോലത്തെ ഒരു ഏരിയകളാണ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നമ്മളൊരു വലിയ വാഹനമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു SUV ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോഡി റോളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള റോഡുകളാണ്. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഒരു ഗട്ടറിൽ ചാടുന്ന സമയത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് കാര്യമായിട്ട് ക്യാബിനകത്തേക്ക് വരുന്നില്ല. നല്ല പതിഞ്ഞ രൂപത്തിലാണ് അതിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിഗ്സാഗിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്തായിരുന്നു. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ബോഡി റോളൊന്നും അങ്ങനെ കാര്യമായി ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ വാഹനത്തിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റിവേഴ്സ് ആവുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലുകളുണ്ട്. വളരെ ലൈറ്റായിട്ട് നമുക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു വാഹനം ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ ഡ്രൈവർ ഇറങ്ങിയിട്ട് ഡ്രൈവറുടെ ഡോർ അടച്ചതിന് ശേഷം വണ്ടി ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ബാക്കി എല്ലാ ഡോറുകളും പിന്നെയാണ് ക്ലോസ് ചെയ്യുന്നതുണ്ടെങ്കിലും അത് ലോക്കാവും. പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങി വീട്ടിൽ കയറട്ടെ എന്നിട്ട് ലോക്ക് ചെയ്യാമെന്നൊന്നും വിചാരിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജും അത് ഈ യാത്രക്കിടയിൽ കണ്ടുപിടിച്ചൊരു സാധനമായിരുന്നു. അതാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് XUV 400 കുറിച്ച് പറയാം. 8.3 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യാൻ കഴിയുന്ന, 50 മിനിറ്റ് കൊണ്ട് 0 to 80% ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് മെഷീനാണ് നമ്മുടെ കയ്യിലുള്ള XUV 400 എന്ന് പറയാം. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ 147 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 310 Nm ടോർക്കുമാണ് ഇതിനുള്ളത് എന്ന് പറയാം. അപ്പം ഒരു കാര്യം കൂടി, ഇപ്പം ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇനീഷ്യൽ ടോർക്ക് ഉണ്ടല്ലോ, അതായത് ഈ ഒരു വാഹനത്തിനകത്തുള്ള ടോർക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഇനീഷ്യലി തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ഡ്രാഗ് റേസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു IC എഞ്ചിനേക്കാളും പെർഫോമൻസ് നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ ആക്സലറേഷൻ കൊടുക്കുന്ന മൊമെന്റ് മുതൽ നമുക്ക് ഫീൽ ചെയ്യും. അതുവരെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് പറയണത് ഇനീഷ്യലി തന്നെ ടോർക്ക് കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ വാഹനത്തിനകത്ത് കയറി എന്നിട്ട് ഒന്ന് ആക്സലറേഷൻ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടോർക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു ഇലക്ട്രിക് വാഹനമാണ്, നിങ്ങൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് സമയം ഒന്ന് കൺട്രോൾ ചെയ്ത് ഓടിക്കണം. കാരണം ഈ ഒരു ഇനീഷ്യൽ ടോർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കും, കാരണം കൺട്രോൾ ലെസ് ആയിട്ട് പോകും എന്നുള്ളതാണ്. എന്നാൽ ഈ വാഹനത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, അതായത് XUV 400 ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇതിന് 3 ഡ്രൈവ് മോഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫൺ മോഡിലാണ്, പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് മോഡുണ്ട്. ഫൺ മോഡിന് അത്യാവശ്യം നല്ല ഇതാണ്, പിന്നെ ഫാസ്റ്റ് മോഡ് കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലാണ്. ഇവിടെ കേട്ടോ ഡ്രൈവ് മോഡ് മാറ്റുന്നത്. അത് ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ ഫിയർലെസ് മോഡ് എന്നുകൊണ്ട് ഒരു മോഡുണ്ട്. അതിനനുസരിച്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കളറൊക്കെ മാറും. ഇപ്പം ഫിയർലെസ് മോഡിലേക്ക് വന്ന സമയത്ത് റെഡൊക്കെ ആയില്ലേ. റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം സാധാ മോഡൽ ആവുന്നതിനേക്കാളും കൂടുതൽ കൺസെപ്ഷൻ ശരിക്കും ഫിയർലെസ് മോഡിലേക്ക് വരുമ്പോൾ വരും. എന്നാൽ ഈ ഫിയർലെസ് മോഡിൽ ഇട്ടിട്ടും, അതായത് ഏറ്റവും ഫിയർലെസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഭാഷയിൽ ഇതിന്റെ പെർഫോമൻസ് മോഡ് അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്ട് മോഡ് എന്ന് പറയില്ലേ, അതേപോലെ സ്പോർട്ട് പ്ലസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മോഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ഫിയർലെസ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഫിക്സ് ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു ഇനീഷ്യൽ ടോർക്ക് കാരണം ഉണ്ടാവുന്ന ആ ഒരു എക്സ്ട്രാ കുതിപ്പിനെ പേടിയില്ലാതെ
നല്ല ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കാൻ ശരിക്കും ആ ഒരു ഫിയർലെസ് മോഡ് സഹായിക്കും എന്നുള്ളതാണ് അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ഈ ഒരു യാത്ര മൂന്നാറിലേക്ക് നമ്മൾ പോയതും നമ്മൾ തിരിച്ചു വരുന്നതും ഒക്കെ ഫുൾ ടൈം AC ഒക്കെ ഇട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നല്ല കാലാവസ്ഥയാണ്, ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ നല്ല ഫോഗി ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാറിൻ്റെ ഭംഗിയും ഇതേ കൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് മറ്റേ പച്ച വിരിച്ച് നിൽക്കുന്ന ആ ഒരു തേയില തോട്ടങ്ങൾക്ക് നടുവിലൂടെ നല്ല മനോഹരമായിട്ടുള്ള റോഡുകൾ, ആ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന പ്രദേശത്തേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റോഡ് അതൊക്കെ നല്ല അടിപൊളി, അത് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ പോലെ എന്നുള്ള വിധത്തിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. അത് മറ്റൊരു സത്യം. അപ്പോൾ നമ്മളെ യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 18 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? അതിൽ നമ്മുടെ യാത്ര നമ്മൾ ഏകദേശം അങ്കമാലി ടൗണിലെത്തി. 104.8 കിലോമീറ്റർ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തു. 71% ചാർജ് ഇനിയും ഈ വാഹനത്തിനകത്ത് ബാക്കിയുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് EV ആയിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള. അതിൻ്റെ ഒരു ഉത്തരം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതും കൂടി പറയാം. 150-ലധികം ചാർജിങ് സ്റ്റേഷനുകൾ നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാർജിങ് സ്റ്റേഷനുകൾ എവിടേക്കാണുള്ളത് എന്നുള്ളത് ഇപ്പം KSEB ആണെങ്കിൽ KSEBയുടെ ആപ്പ്, അല്ലെങ്കിൽ ചില സ്റ്റാർട്ടപ്പ് കമ്പനികളും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ആപ്പ് ത്രൂ GoEasy എന്ന് പറയുന്ന സ്ഥാപനം, അവരുടെയൊക്കെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ അങ്ങനെ അത് എവിടേക്കാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യാത്ര പ്ലാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 3 ടൈപ്പ് ഓഫ് ചാർജിങ് മെത്തേഡുകളും ഈ വാഹനങ്ങൾക്കുണ്ട്. ഒരു 3.3 kWh ചാർജിങ് ഫെസിലിറ്റി, അതുപയോഗിച്ച് നമുക്ക് 15 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം. ഏകദേശം 13 to 15 അത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ബാറ്ററി ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 7.2 kWh, അത് ഏകദേശം നമുക്കൊരു 6.5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ന് നമ്മൾ ചാർജ് ചെയ്തില്ലേ, അത് KSEBയുടെ 50 കിലോവാട്ടിൻ്റെ DC ചാർജിങ് സ്റ്റേഷൻസ്, അത് ഉപയോഗിച്ച് നമുക്കൊരു 50 മിനിറ്റ് കൊണ്ട് 0 to 80% ചാർജ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ്. ഇനി കുറേ ആളുകളുടെ ഒരു സംശയമാണ്, ഇത് റീപ്ലേസ്മെൻറ്റ് എത്ര വലിയ കോസ്റ്റ് ആവും, അതുപോലെ തന്നെ EV എടുക്കുന്നത് സേഫ് ആണോ, ബാറ്ററികൾക്ക് അതൊരു പ്രശ്നം ഉണ്ടാവുമോ, തീ പിടിക്കുമോ, അങ്ങനെയൊക്കെയുള്ള. ശരിക്കും ഈ ഓരോ മാനുഫാക്ചേഴ്സും ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കുന്ന സമയത്ത്, ഇപ്പോൾ കാറിൻ്റെ കേസിൽ എല്ലാ കമ്പനികളും അവരുടെ IP67 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഇന്ത്യയിൽ ഒരു ബാറ്ററി ഇറക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേൾഡ് മൊത്തത്തിൽ ഒരു ബാറ്ററി ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില സർട്ടൈൻ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്രാഷ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചില ടെസ്റ്റുകളൊക്കെ പാസ്സാക്കി, ഡസ്റ്റ് പ്രൂഫ് ആയിരിക്കണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം, വെള്ളത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റണം, അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ കുറേ ടെസ്റ്റുകൾ, അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണത്. ഈ സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ വരുന്നത്. അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ഏറെക്കുറെ സേഫാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൂടി എന്നുള്ള രൂപത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പല ആളുകളുടെയും ഒരു കൺസേൺ ആണ്, എത്രമാത്രം സേഫാണ് ഇലക്ട്രിക് വാഹനം, തീ പിടിക്കോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഒരു ഭാഗമാണ് എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ശരിക്കും ഇതിനകത്തെ ഇപ്പം മഹീന്ദ്രയുടെ XUV 400 ആവുന്ന സമയത്ത് നമുക്ക് 8 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനവും ഒരു IC വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ വാഹനത്തിന് വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റേ വരുള്ളൂ എന്നുള്ളൊരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇതൊരു വാഹനം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓയിൽ ചേഞ്ച് ആവശ്യങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ അടിക്കേണ്ട. അപ്പോൾ ശരിക്കും കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് കിലോമീറ്റർ വൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലാഭകരമായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഇനി നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ യാത്രയിൽ നമുക്ക് എത്രമാത്രം മൈലേജ് കിട്ടി എന്നുള്ള വിശേഷത്തെക്കുറിച്ചും സംസാരിക്കാം. അങ്ങനെ നമ്മൾ ദീർഘമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം ശരിക്കും നമ്മൾ 2:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടാവും അല്ലേ മേര? 2:30 ആരംഭിച്ച സമയം ഇപ്പം 10:15 ഇപ്പം എൻ്റെ സ്വദേശമായിട്ടുള്ള തിരൂർ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത് 32% നമുക്ക് ബാറ്ററി ബാക്കിയുണ്ട്. 86 കിലോമീറ്റർ ഇനിയും അത് ഉപയോഗിച്ച് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ടാണ് അവർ അതിനകത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ടോട്ടൽ യാത്ര ചെയ്തത് ട്രിപ്പ് ചെയ്യേണ്ടകത്ത് 221 കിലോമീറ്ററാണ്. അപ്പോൾ 221 ഇനി നമുക്ക് യാത്ര ചെയ്യാൻ ഉള്ള കിലോമീറ്റർ കൂടി നോക്കുകയാണെങ്കിൽ 86, 221, 86 നമുക്ക് 307 കിലോമീറ്റർ അല്ലേ. നമുക്ക് ആ 97% അല്ലെങ്കിൽ 98%, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ മെഷീൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് 97, വണ്ടിക്കകത്തേക്ക് വന്ന സമയത്ത് 98 ആയിരുന്നു. അപ്പോൾ 98 എടുക്കാം. അപ്പോൾ ഒരു 98 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ദൂരം സഞ്ചരിക്കാം എന്നുള്ളതാണ് നമ്മൾ റിയൽ ലൈഫിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഓവർ സ്പീഡിൽ വന്നിട്ടില്ല. ശരിക്കും സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക എന്നുള്ളത് ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ ഇല്ല. ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി റേഞ്ച് എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു
കാര്യം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ, അതുപോലെ നമ്മളുടെ പാരിയേക്കര ടോള്, അവിടെ എപ്പോഴും ബ്ലോക്കാണ്, അതുകൊണ്ടാണ് ശരി വന്ന്. അപ്പോൾ അങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ വന്ന സമയത്ത് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അധിക സമയം ഇപ്പോഴും നമ്മൾ AC ഇട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബ്ലോക്കിലും നമ്മൾ AC ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എടുത്ത റേഞ്ച്. പിന്നെ ഇത് എൻ്റെ മാത്രം ഡ്രൈവിംഗ് അല്ല, ഇത്രയും ദൂരം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പം നെമീർ ഓടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മൾ മഷൂദ് ബ്രോ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇറാം മോട്ടോസിന് ഒരു സ്റ്റാഫ് ഉണ്ട്, ഷിബു ചേട്ടനും ഇടയ്ക്ക് ഓടിച്ചിട്ടുണ്ട്. ഷിബു ചേട്ടനാണ് അവസാന കുറച്ച് ലാപ്സ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഓടിച്ചിട്ടുമുള്ള ഒരു റേഞ്ചുമാണിത്. അപ്പം ശരിക്കും 300 കിലോമീറ്ററിൽ കൂടുതൽ നന്നായി ഓടിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് ഓടിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മൾ മൂന്നാറിൽ നിന്ന് ഇവിടം വരെ ഒറ്റ ലാപ്പായിട്ട് എടുത്തു. ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ രാത്രിയായിട്ടോ, അതുകൊണ്ടാണ് രാത്രിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് XUV 400യുടെ നമുക്ക് കിട്ടിയ മൈലേജ്. മഹീന്ദ്രയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനം എന്നൊക്കെ ഇതിന് വിശേഷിപ്പിക്കാം, കാരണം മുമ്പൊരു വേറെ മോഡൽ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല റേഞ്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കുറച്ചൊക്കെ ഒരു പ്രീമിയം കംഫർട്ടും കാര്യങ്ങളുള്ള, നല്ല സസ്പെൻഷനുള്ള, ഇത്രയും റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്നും കൂടി നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു 350 ചിലപ്പോൾ ടച്ച് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറാം മോട്ടോസിനെ ബന്ധപ്പെടാട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.